ഹലോ ഗൈസ്, ഞാൻ ഉള്ളത് തമിഴ്നാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടാ. എന്റെ ചങ്ക് മുസാഫിറൊക്കെയാണ് ഈ പള്ളയുള്ള ചീങ്കണ്ണിയൊക്കെ ചത്തെടുക്കണ മാതിരി കാറിന്റെ ബാക്ക് കിടക്കണം. അവന്റെ ആ തല എവിടുന്നാണ്ട് എടുത്ത് മാറ്റിണ്ടെങ്കിൽ ആരോ അജ്മീർ ചെമ്പ് എന്തോ ബനിയനോട്ടൊക്കെ പൊയിഞ്ഞച്ച മാതിരിണ്ടല്ലേ. അവനെ ഉറങ്ങുകയാണെങ്കിലും ശല്യാണ്. ഈ കരടിക്കൊക്കെ നിധി കിട്ടിയ മാതിരിയാ കൂർക്കം വലിക്കുന്നത്. ഇനി അവനെ ഉണർന്നുണ്ടെങ്കിലോ 2 മണിക്കൂർ മുമ്പ് തിന്ന പൊറാട്ടയും ചിക്കൻ കറിയും എനിക്ക് തരാതെ തിന്ന ചിക്കൻ പൊരിച്ചൊക്കെ അത് റോഡിൽ ഉപേക്ഷിക്കുന്നു. അങ്ങനെ തമിഴ്നാട് എത്തിയപ്പോ തന്നെ നേരെ നമ്മൾ നല്ല തമിഴ്നാടൻ പരിപ്പ് വട അങ്ങോട്ട് തിന്നു. പിന്നെ നമ്മൾ കുറച്ച് TVK ഫാൻസ് ആയ തമിഴന്മാരും കണ്ടു. അതും കഴിഞ്ഞാണ് നമ്മൾ നേരെ സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ കോളേജ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയി. കോളേജിന്റെ ഉള്ളിലേക്കാണ് കയറിയപ്പോഴേ ഓടിയും കിട്ടാത്ത ഒരു ആംബിയൻസറോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനും എല്ലാത്തിനും പറ്റി നല്ല സൗകര്യമുള്ള ഒരു കോളേജ്. സ്റ്റുഡൻസിന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കിടിലം ബാസ്കറ്റ് ബോൾ കോർട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. +2 ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറെ ആൾക്കാരെ കാണാം ദൂരത്തേക്കൊക്കെ പറയുന്നത് നഞ്ഞ് വേണ്ട. ഇതുപോലത്തെ ഒരു നമ്പർ 1 കോളേജ് നമ്മളെ കേരളത്തിന്റെ അയൽവക്കത്ത് ഉണ്ടാവുമ്പോ പിന്നെ എന്തിന്. പാരന്റ്സിനൊക്കെ കുട്ടികളെ അങ്ങോട്ട് ധൈര്യത്തിന് വിടട്ടെ. അവിടെ കേരള ഫുഡ് കിട്ടും. ഗേൾസിനും ബോയ്സിനൊക്കെ സെപ്പറേറ്റ് ഹോസ്റ്റൽ ഉണ്ട്. നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യണ ഈ കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചോക്കട്ടാ. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് BSc നഴ്സിംഗ്, BSc കാർഡിയക് ടെക്നോളജി, BSc ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ ടെക്നോളജി, BSc റേഡിയോഗ്രഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BPT, BOT, BSc ഡയാലിസിസ്, BSc കാർഡിയക് ടെക്നോളജി, ജനറൽ നഴ്സിംഗ്. മാനേജ്മെന്റ് എല്ലാം അടിപൊളിയാണ്. നമ്മളെ ചെയർമാൻ നല്ല ഫ്രണ്ട്ലി ആണ്. ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് 90% മലയാളി വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഡയാലിസിസ് BSc ഡയാലിസിസ് പഠിക്കുന്ന കുട്ടികൾ ഒരു ഡയാലിസിസ് സെൻറ്റർ അവർക്ക് ഈസി ആയിട്ട് തുടങ്ങാം. BSc റേഡിയോളജി പഠിപ്പിക്കുന്ന കുട്ടികൾ അവർക്കൊരു സ്കാനിങ് സെൻറ്റർ, അതിനൊക്കെയുള്ള ഒരു ലെവലിലുള്ള ട്രെയിനിങ്ങും ആ ഒരു ലീഡർഷിപ്പ് കോച്ചിങ്ങും ഒക്കെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞാൽ നല്ലൊരു കോളേജും തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോളേജ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ കോളേജിന്റെ കോൺടാക്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോ തന്നെ കൊടുത്തിന്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.